പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും കണ്ടെത്തലുകളിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കളക്ടർ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്. ലബി സജീന്ദ്രൻ വിശദാംശങ്ങളുമായി. ലബി, ഇക്കാര്യത്തിൽ രാസമാലിന്യം കലർന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദ പരിശോധന വേണം എന്നാണോ സബ് കളക്ടർ ആവശ്യപ്പെടുന്നത്? സബ് കളക്ടർ സംഭവസ്ഥലം സന്ദർശിക്കുകയും പരിസ്ഥിതിവാദികളുമായും മത്സ്യകർഷകരുമായും ഒക്കെ തന്നെയും നേരിട്ട് കാണുകയും വളരെ ക്ഷമയോടുകൂടി അവരെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. എന്താണ് സബ് കളക്ടറുടെ ആവശ്യം? തീർച്ചയായും നികേഷ്, സബ് കളക്ടർ കെ മീര സംഭവ സ്ഥലത്തെത്തി മത്സ്യകർഷകരോടും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരോടും പരിസ്ഥിതി പ്രവർത്തകരോടുമെല്ലാം കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതാണ്. അതുകൂടാതെ ഓരോരുത്തരെയും ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ നാശനഷ്ടത്തിന്റെ കണക്കുമെല്ലാം തിട്ടപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്ന് രണ്ട് രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കുഫോസിന്റെ ഭാഗത്തു നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതും. ഇത്തരത്തിൽ വൈരുദ്ധ്യമുള്ള രണ്ട് റിപ്പോർട്ടുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡും അതുപോലെ തന്നെ കുഫോസും സമർപ്പിച്ചിട്ടുള്ളതിനാൽ രാസമാലിന്യം കലർന്നു തന്നെയാണോ ഈ അപകടം ഉണ്ടായത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ സബ് കളക്ടർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കളക്ടർ NSK ഉമേഷ് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന് പ്രകാരം സ്വാഭാവികമായും ഇനി തുടരന്വേഷണം നടക്കും. ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും ആധികാരികത പരിശോധിക്കും. ഈ മത്സ്യക്കുരുതിക്ക് ഇതിന്റെ കാരണം കണ്ടെത്തുക തന്നെയാണ് പ്രധാനം. ഇതിൽ രാസമാലിന്യം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം വേണം എന്ന് തന്നെയാണ് സബ് കളക്ടർ കെ മീരയുടെ റിപ്പോർട്ടിലുള്ളത്. നികേഷ്, ലബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.